ഹലോ ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, ബീഫൊക്കെ വാങ്ങിക്കുന്നവർ ഇത്തിരി ബീഫ് എടുത്ത് ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 3 കിലോ ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. 10 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 2 കപ്പും പിന്നെ 3 ടേബിൾ സ്പൂണും വിനീഗർ, 1.25 കപ്പ് നീളത്തിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, അതേ അളവിൽ തന്നെ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി, 10 പച്ചമുളക്, 2 പിടിയോളം കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബീഫ് വറക്കാനുള്ള അത്ര എണ്ണ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ലതായിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല പോലെ കഴുകി വെള്ളം നന്നായിട്ട് തോർന്ന ബീഫാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു കുക്കറിനകത്തേക്ക് മാറ്റുവാണ്. നോക്ക്, നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ സാധാരണ കറിക്ക് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഇത്തിരി കൂടെ ചെറുതായിട്ട് നോക്ക്, ഓരോ പീസും ചെറുതാണേ. അപ്പം ഇതേ അളവിൽ കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വെള്ളം നന്നായിട്ട് തോന്നുന്നതാണേ. അപ്പോൾ അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് 3 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് വെള്ളം ഒട്ടുമേ ഒഴിക്കരുത്. എന്നിട്ട് അടച്ച് വെച്ച് 2 വിസിൽ വരെ കുക്ക് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. 2 വിസിൽ വരെ കുക്ക് ചെയ്താൽ മതി. വേണ്ടേ, ഇത് ഞാൻ 2 വിസിൽ വരെ കുക്ക് ചെയ്ത് പ്രഷറെല്ലാം റിലീസ് ചെയ്യുന്നവരെ മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തുറന്നതാണ്. നോക്ക്, ഞാൻ ഒട്ടുമേ വെള്ളം ഒഴിച്ചില്ലായിരുന്നു. എന്നിട്ട് പോലും നല്ലപോലെ ഞാൻ കഴുകി തോർന്ന ഇറച്ചിയല്ലായിരുന്നോ വേവിച്ചത്. എന്നിട്ട് പോലും കണ്ടോ അതിനകത്തുനിന്ന് വെള്ളം ഇത്രയും വന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനകത്തുനിന്ന് കോരി മാറ്റി വെക്കാം. ഇതൊന്ന് വറുത്തെടുക്കണ്ട, അപ്പം കോരി മാറ്റി വെക്കണം നമുക്ക്. അപ്പം ഈ വെള്ളം അതിൽ കിടക്കുന്ന ഇറച്ചി വേവിക്കുന്നുണ്ടെങ്കിൽ, ഇറച്ചിക്കറി പിന്നെ വെക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് കളയാം. ഇത് ഞാൻ എണ്ണ ഇത് ഇങ്ങോട്ട് നമ്മൾ കോരി എടുത്തില്ലായിരുന്നു. അന്നപ്പോഴത്തേന് ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിരുന്നതായിരുന്നു. അപ്പം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ബീഫ് വറുത്തെടുക്കാൻ വേണ്ടി മാത്രം എണ്ണ എടുത്താൽ മതി. ഷാലോ ഫ്രൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഞാൻ 3 കിലോ ഇറച്ചിയല്ലേ ഉണ്ടാക്കുന്നത്, അത് കാരണം ഇച്ചിരി ഏറെ എണ്ണ എടുത്തേക്കുന്നത്, പിന്നെ എണ്ണ ഒഴിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഓരോ ബാച്ചായിട്ടിട്ട് നമുക്ക് ഈ ഇറച്ചിയൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് ഇത് കണക്ക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. എല്ലാം നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് കോരി മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ ഇറച്ചിയും വറുത്തെടുക്കണം. അപ്പോൾ ഈ ഇറച്ചിക്ക് എങ്ങനെയുണ്ട് ഉപ്പെന്നൊക്കെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അതനുസരിച്ചാണ് പിന്നെ നമ്മൾ ഉപ്പിടുന്നത്. അതുകൊണ്ട് ഇതേ പരുവത്തിലാണ് വറുത്തെടുക്കേണ്ടത്. എല്ലാം അതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കുറേ ദിവസം ഇരിക്കുകയും ചെയ്ത് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വറുത്തൊക്കെ എടുക്കുന്ന കാരണമേ, നന്നായിട്ടല്ലേ വറുത്തെടുക്കുന്നത്, അത് കാരണം കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. നല്ല എന്താ പറയുന്ന ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ദണ്ട ഞാൻ എല്ലാ ബീഫും വറുത്ത് കോരി. എന്നിട്ട് എനിക്ക് എണ്ണ ദണ്ട് ഇച്ചിരി കുറവേ ഉള്ളായിരുന്നു. ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ കാണുമായിരുന്നു ഇനിയും ബാക്കി കേട്ടോ. അപ്പം അത്രയും എണ്ണയ്ക്കകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ആദ്യം ഇട്ടത്. ഇഞ്ചി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഞാനൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടാണ് ബാക്കി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. വറക്കുവാണ് ചെയ്യുന്നത്. എന്താ പറയുന്നത്, സോട്ടേ ചെയ്യുമല്ല ചെയ്യുന്നത്, വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ ഇറച്ചിക്കൊക്കെ ചെയ്യൂലേ, അതേ കണക്കല്ല.
നല്ല ഒരു ബ്രൗണിഷ് കളർ ആകുന്ന വരെയാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതേമാതിരി കണ്ടില്ലേ. എന്നിട്ട് ബാക്കിയിരിക്കുന്ന മുളക് പൊടി, എൻ്റെ മുളക് പൊടി വറുത്തതല്ല, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വറുത്ത മുളക് പൊടിയാണെങ്കിൽ ഇങ്ങനെ ഇത് ഒന്ന് മാറ്റിയിട്ട് നടുക്കോട്ടിടേണ്ട ആവശ്യമില്ല. ബാക്കിയിരിക്കുന്ന മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് ഇളക്കണം. ഈ മുളക് പൊടിയുടെ ഒരു വറുത്ത മണം വരുന്നവരെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിനകത്തേക്ക് ഉപ്പിടണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ബീഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് നോക്കണമെന്ന്, അതിൻ്റെ ഉപ്പ് അനുസരിച്ച് വേണം ഉപ്പിടാൻ. എന്നിട്ട് ബാക്കിയിരിക്കുന്ന വിനീഗർ കൂടെ ഇതിനകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അത് പിന്നെ ഇരുന്ന് തിളച്ച് കുക്ക് ചെയ്യൊന്നും വേണ്ട. ഇതൊന്ന് തിളച്ച് വന്നിട്ട് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് എടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക. ഇന്ന് തന്നെ ഈ ഉണ്ടാക്കുന്ന ദിവസം തന്നെ ഈ അച്ചാർ കൂട്ടുന്നതിനെക്കാട്ടും നല്ലത് നാളെ ഒരു ദിവസം കഴിഞ്ഞ് എടുക്കാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്.